ഹായ് ഹലോ, നമുക്കിന്ന് അഗ്രികൾച്ചറിലെ ക്രോപ്പ് സെക്ഷൻ ഒന്ന് പഠിച്ചാലോ? യെസ്, അഗ്രികൾച്ചറിലെ ക്രോപ്പ് സെക്ഷൻ ഒന്ന് നോക്കാം. നോക്കിക്കേ, എന്തൊക്കെയാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് 5 രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫൈബർ ക്രോപ്സ്, ഫോഡർ ക്രോപ്സ്, പ്ലാന്റേഷൻ ക്രോപ്സ്, സബ്സിസ്റ്റൻസ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ്. അപ്പം 5 എണ്ണമാണ് ഉള്ളത്. നമുക്ക് എങ്ങനെ അതിനെ ഓർത്ത് വയ്ക്കാം? എന്താണ് FFPSC എന്ന് പറഞ്ഞ് ഓർത്താലോ അല്ലേ? FFPSC എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ഓക്കെ, എന്താണ് ഓരോന്നും? ആദ്യത്തേതാണ് ഫൈബർ ക്രോപ്സ്. ഫൈബർ ക്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫൈബർ അല്ലേ, അതിൽ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആരാണ്? ജൂട്ടൊക്കെയാണ് വരുന്നത്. ജൂട്ട്, കോട്ടണൊക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും. ഫൈബർ ക്രോപ്സ്. അതുപോലെ ഇതിലെ ജൂട്ട് സെക്ഷൻ വരുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ ഫൈബർ എന്നാണ് ഇവനെ വിളിക്കുന്നത് കേട്ടോ. ഗോൾഡൻ ഫൈബർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ജൂട്ടാണ് എഴുതാനുള്ളത്. അടുത്തത് ഫോഡർ ക്രോപ്സ്. ഫോഡർ ക്രോപ്സ് മെയിൻലി വരുന്നത് നമുക്ക് അനിമൽ ഫീൽഡിൽ, കാറ്റിൽ ഫീൽഡിലൊക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫോഡർ ക്രോപ്സ് എന്ന് പറയുന്നത്. ഈ ഫോഡർ ക്രോപ്സ് കൂടുതലും ഈ റാഗി, തിന ഇതൊക്കെ വരുന്നത്, ജോവർ, ബജ്ര ഒക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഫോഡർ ക്രോപ്സ്. നെക്സ്റ്റ് വരുന്നത് പ്ലാന്റേഷൻ ക്രോപ്സ് ആണ്. പ്ലാന്റേഷൻ ക്രോപ്സ് ഈ പേര് തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ആരാണ് മെയിനായിട്ടും കേരളക്കാരുടെ ഫേവറേറ്റ് എന്തുവാണ്? കോക്കനട്ട് ട്രീ ആണല്ലേ. കോക്കനട്ട് ട്രീ വരും, പിന്നെ ടീ വരും, പിന്നെ എന്തൊക്കെ വരും? കോഫി വരും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ ടീ, കോഫി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പം ഈ കോഫി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഹയസ്റ്റ് പ്രൊഡക്ഷൻ വരുന്ന സ്ഥലം ഏതാണെന്നറിയാവോ? കോഫി ആണെങ്കിൽ വരുന്നത് ആസാമാണ്. ടീ ആണ് വരുന്നതെങ്കിൽ കർണാടകയാണ് വരുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. ടീ ആണെങ്കിൽ കർണാടക, കോഫി ആണെങ്കിൽ അത് ആസാമാണ് വരുന്നത്. ഇനി സബ്സിസ്റ്റൻസ് ക്രോപ്പിൽ വരുന്നതാണ് നമ്മുടെ റൈസ്, അതുപോലെ തന്നെ വീറ്റൊക്കെ വരുന്നത്. റൈറ്റും വീറ്റും ഒക്കെ വരുന്നത് നമുക്ക് വീറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടെ ഓർമ്മ വരുന്നുണ്ട്. ഗ്രീൻ റവല്യൂഷന് റിലേറ്റ് ചെയ്ത് വരുന്ന ക്രോപ്പ് എന്ന് പറയുന്ന ഏത് ക്രോപ്പാണ്? വീറ്റാണ്. ഗ്രീൻ റവല്യൂഷന് റിലേറ്റ് ചെയ്ത് വരുന്ന ക്രോപ്പ് എന്ന് പറയുന്ന ഏതാണ്? വീറ്റാണ് വരുന്നത്. സബ്സിസ്റ്റൻസ് ക്രോപ്സിൽ വരുന്ന ആളാണ് നമ്മുടെ വീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഏതാണ്? ക്യാഷ് ക്രോപ്സ് ആണ് അല്ലേ. പേര് പോലെ തന്നെയാണ് ക്യാഷിന് വേണ്ടി, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പർപ്പസ്. അപ്പോൾ ആരൊക്കെ ആയിരിക്കും? ഷുഗർ കെയിൻ വരാൻ പറ്റും, പിന്നെ എന്തൊക്കെ വരാൻ പറ്റും? ഇൻഡസ്ട്രിയൽ പർപ്പസിന് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പം കോട്ടൺ ആയാലും ഇൻഡസ്ട്രിയൽ പർപ്പസിന് വരുവാണെങ്കിൽ ആ ക്യാഷ് ക്രോപ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. ഈ കോട്ടൺ എന്ന് പറയുന്നതിന് കൂടുതൽ നല്ല ഫലപുഷ്ടിതമായി വളരാൻ വേണ്ടിയിട്ട് സോയിൽ ആവശ്യമാണ്. അപ്പോൾ ഏത് സോയിൽ ബെസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. ബ്ലാക്ക് സോയിലാണ് ആവശ്യം. ഏത് സോയിലാണ്? ബ്ലാക്ക് സോയിലാണ് നല്ലത്. പിന്നെ ഇതിൽ വരുന്ന ഈ കാര്യങ്ങൾ ക്രോപ്സിൽ വരുന്ന ഇത്രയും മിനിമൽ ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പം നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? അഗ്രികൾച്ചർ ക്രോപ്സ് 5 തരമാണ്. നമുക്ക് എന്ത് പേര്? FFPSC എന്ന് പറഞ്ഞ് ഓർക്കാം. അതിൽ വീറ്റാണ് എന്തെന്ന് പറയുന്നത്. വീറ്റിനെ നമ്മൾ ഓർക്കുമ്പോൾ എന്ത് പറയും? ഗ്രീൻ റവല്യൂഷന് വേണ്ടിയിട്ട് ഓർത്തേക്കണം. അതേ കണക്ക് തന്നെ ജൂട്ട് വരുമ്പോഴാണ് നമ്മൾ ഗോൾഡൻ ഫൈബറായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ടും ഓർത്ത് വയ്ക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.